ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറീസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ തിയറീസ് എന്ന് പറയുന്നത് കാസ്റ്റിനെ സംബന്ധിച്ചുള്ള തിയറീസ് ആണ്. അപ്പം നമ്മൾ പറയാം കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നമുക്കൊരു മറ്റൊരു ജാതിയിലേക്ക് കിടക്കാനായിട്ട് സാധിക്കാത്ത വിധം അതിർവരമ്പുകൾ തീർത്തിട്ടുള്ള ജാതി വ്യവസ്ഥ ഉള്ളത് ഇന്ത്യയിലാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പല സോഷ്യോളജിസ്റ്റുകളും ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിമർശിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തന്നെ ഏർലി എക്സ്പ്ലനേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള പരമ്പരാഗതമായ വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യമേ തന്നെ പറയാ. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ, ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരാണ്. അതിനുശേഷം ക്ഷത്രിയര്, അതിനുശേഷം വൈശ്യര്, അതിനുശേഷം ശൂദ്രര്. ഈ രീതിയിലാണ് നമുക്ക് ഹൈറാർക്കിക്കൽ ഉണ്ടാകുന്നത്. ഹൈറാർക്കിക്കൽ ഒരു നമ്മുടെ ജാതിപരമായ ഒരു ശ്രേണി എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. മുകളില് ബ്രാഹ്മണന്മാര്, അവരാണ് ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് അവരെ കണക്കാക്കിയിരുന്നു സമൂഹം. അതിന് രണ്ടാമതായിട്ട് ക്ഷത്രിയര്, അവർ യുദ്ധം ചെയ്യുന്നവരും അല്ലെങ്കിൽ അവര് രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് ഉയർന്ന പദവി ലഭിച്ചിരുന്നു. അതിനുശേഷം വൈശ്യര് കൃഷി ചെയ്യുന്നവരും അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരുന്നു. അത് ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ശൂദ്രരായിട്ട് കണക്കാക്കപ്പെടുക. അവര് ബ്രഹ്മാവിന്റെ കാൽപാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് എന്നുള്ള ഒരു തിയറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ അടിമപ്പണി ചെയ്യുവാനായിട്ട് വിധിക്കപ്പെട്ടവരായിരുന്നു ശൂദ്രരായിട്ടുള്ള ആളുകൾ. ഓക്കെ ചോദ്യമോള്, നമ്മളിപ്പോ പഠിക്കുന്ന 6th ചാപ്റ്റർ ആണ്. അപ്പോൾ ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് രണ്ടും കാസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അപ്പൊ കാസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഇപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ക്ഷത്രിയാസ്, അതുപോലെ തന്നെ വൈശ്യര്, ശൂദ്രര്, അതുപോലെ തന്നെ ഉയർന്ന വിഭാഗത്തിൽപ്പെടുന്ന ബ്രാഹ്മണന്മാർ ഉൾപ്പെടുന്ന ഒരു കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. The theory of divine origin of caste explains the origin of caste is Hinduism. The idea in the theory has been developed from the Rig Veda and the Bhagavad Gita. This is considered as a Brahmanical version. Varna system is the social stratification based on the Varna. Caste for basic categories are defined under this system: Brahmins, Kshatriyas, Vaishyas and Shudras. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ ക്ഷത്രിയരും അതുപോലെ തന്നെ വൈശ്യരും ശൂദ്രരുമായിട്ടുള്ള ആളുകളായിരുന്നു നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ അനുസരിച്ച് ആളുകളെ വർഗീകരിച്ചിരുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വർഗീകരണം ഋഗ്വേദയിലാണ് നിന്നാണ് തുടങ്ങിയത് എന്നാണ് പറയപ്പെടുക, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൊക്കെ ഈ രീതിയിലുള്ള വർഗീകരണം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. അതായത് ചരിത്രാതീത കാലം മുതൽ തന്നെ ആളുകളെ തരംതിരിക്കാനായിട്ട് ഈ ഒരു വർണ്ണ വ്യവസ്ഥ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. Brahmins, Kshatriyas and Vaishyas and Shudras, the Varna scheme is considered as the starting of development of the Jadis or caste groups with specific attributes. Each of the group started specializing in a specific profession and was restrained from performing the work of any other caste. There was hierarchy both in attributional and interactional modes. The first mention of the Varna system was found in Purusha Sukta, verse of the Rig Veda. Purusha is believed to be the first beginning, constituted by a combination of the four Varnas. Brahmins represent in mouth, Kshatriyas in arms, Vaishyas in his eyes, and Shudras in feet. And society is constituted to follow the Varna rules to sustain prosperity and order. The divine of Varna is to be distribute the responsibilities among various people and to maintain the purity of caste and establish external order. Specific tasks and were assigned to every particular Varna. അപ്പോൾ നമ്മൾ ഒരു കഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഒരു കഥ എന്ന് പറയുന്നത് പണ്ട് ആളുകളുടെ മനസ്സിൽ നിലനിന്നിരുന്ന ഈ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഉണ്ടാവാനുള്ള കാരണമായിട്ട് പണ്ട് ആളുകൾ വിചാരിച്ചു വെച്ചിരുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മാവാണ് ആളുകളെ ഉണ്ടാക്കുന്നത് എന്നാണല്ലോ ഒരു ചൊല്ലുള്ളത്, അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിന്റെ വായിൽ നിന്നുണ്ടായവരാണ് ബ്രാഹ്മണന്മാർ എന്നാണ് ആളുകൾ പറയുക. അതുപോലെ തന്നെ കൈകളിൽ നിന്നുണ്ടായ ആളുകളാണ് ക്ഷത്രിയര്, അതുപോലെ അദ്ദേഹത്തിന്റെ തുടകളിൽ നിന്ന് അല്ലെങ്കിൽ മടിയിൽ നിന്നുണ്ടായ ആളുകളാണ് വൈശ്യര്, അതുപോലെ അദ്ദേഹത്തിന്റെ അതായത് ബ്രഹ്മാവിന്റെ കാൽപാദങ്ങളിൽ നിന്നുണ്ടായവരാണ് ശൂദ്രരായിട്ടുള്ള ആളുകൾ.
ആ രീതിയിലായിരുന്നു പണ്ടത്തെ ആളുകൾ വിചാരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ വായാണല്ലോ ഏറ്റവും പരിശുദ്ധമായ കാര്യം. അപ്പൊ വായിൽ നിന്നുണ്ടായത് കൊണ്ട് ബ്രാഹ്മണന്മാർക്ക് കൂടുതൽ ഉന്നതമായ സ്ഥാനവും, അതുപോലെ കൈകളിൽ നിന്നുണ്ടായതുകൊണ്ട് ക്ഷത്രിയർക്ക് ഉന്നതമായ അവർക്ക് ആയുധവും ഒരു ബലവും അതുപോലെ തന്നെ രാജ്യസ്ഥാനമൊക്കെ നൽകുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ മടിത്തട്ടിൽ നിന്നുണ്ടായത് കൊണ്ട് അവര് പണം കൊണ്ട് ആറാടുന്ന ഒരു വ്യാവസായികളായിട്ട് വൈശ്യര് മാറി. അതുപോലെ തന്നെ കാൽപാദങ്ങളിൽ നിന്നുണ്ടായ ക്ഷുദ്രരെ എല്ലാവരും അടിച്ചമർത്തുകയും കാൽക്കീഴിലാക്കി വെക്കുകയും ചെയ്തിരുന്നു. Brahmins, they provide education and spiritual leadership. They are out of deterring the version and values of any society. Kshatriyas, their responsibilities is to protect society and its expect to property, considerable strength of body and character. Vaishyas, they are the productive class. Their duty is to protect animals and the land, create wealth and prosperity. Shudras, they are the only class who are allowed to access പല ഭാഗങ്ങളിൽ നിന്നുണ്ടായ ജോലിയാണ് സമൂഹം കൊടുത്തിരുന്നത്. പ്രധാനമായിട്ടും ബ്രാഹ്മിൺസ് അതിൽ നിന്നുണ്ടായവരായതുകൊണ്ട് അവർ വേദങ്ങൾ പഠിപ്പിക്കാനും പ്രത്യേകിച്ച് വേദകാര്യങ്ങളിലെല്ലാം അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തു. അതുകൂടാതെ അവർക്ക് അവരുടെ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും കൈകൾ കൊണ്ടാണല്ലേ നമ്മൾ യുദ്ധം ചെയ്യുക. അപ്പൊ ആ കൈകൾ കൊണ്ട് മറ്റുള്ള പ്രോപ്പർട്ടിയും അതുപോലെയുള്ള സ്ട്രെങ്തും എല്ലാം അവർക്ക് ഒരു സമൂഹം കൽപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ വൈശ്യാസ് അവരുടെ ബ്രഹ്മാവിന്റെ മടിത്തട്ടിൽ നിന്നുണ്ടായവരായതുകൊണ്ട് അവര് പണം ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചു. അവരവരുടെ ലാൻഡ്സിനെ മറ്റ് കാട്ടു വെക്കാനായിട്ട്. ക്ഷുദ്രാസ് എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് കണ്ടിരുന്നത്. മറ്റെല്ലാ വിഭാഗങ്ങളെയും സേവിക്കാനായിട്ടാണ് ക്ഷുദ്രരായിട്ടുള്ള ആളുകളെ മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നത്. അവർക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജാതിയിൽ നിന്ന് ഒരു ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. The Guna theory is the second religious explanation found in the religious literature, including the Bhagavad Gita. This theory talks of the inherent qualities that categorize human beings. The three gunas are sattva. അതായത് ഈ ചില ഗുണങ്ങളെ കുറിച്ചും നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ ചില ഗുണങ്ങളെ കുറിച്ചും നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെയാണ് ഈ ഒരു നമ്മുടെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയെ കുറിച്ചുള്ള പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗുണ സിസ്റ്റത്തിലുള്ള ഈ 3 കാര്യങ്ങളും കൂടെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് സത്വയാണ്. സദ്വ എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. സദ്വ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാളിറ്റി ഓഫ് ട്രൂത്ത്, നോളേജ്, ഗുഡ്നസ്, വെർച്യു ആൻഡ് അലേർട്ട്നെസ്. അപ്പോൾ സദ്വ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്ത് അവകാശമാണ്. സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ സത്വ എന്ന് പറയുന്നതിന്റെ മലയാളമാണ് കേട്ടോ. അപ്പൊ ക്വാളിറ്റി ഓഫ് ട്രൂത്ത്, നമ്മൾ നല്ല സത്യമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ദൈവിക ഭാവമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അറിവുള്ളവരായിരിക്കുക. ഈ രീതിയിൽ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നതിനെയാണ് സദ്വ എന്ന ഗുണമായിട്ട് നമ്മൾ കണക്കാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് രാജാസ് എന്ന് പറയുന്ന ഗുണമാണ്. ഇറ്റ് റിഫേഴ്സ് ടു ദ ക്വാളിറ്റി ഓഫ് ആക്ടിവിറ്റി, കറേജ്, ബ്രേവറി, ഫോഴ്സ്, പവർ ആൻഡ് പാഷൻ. അപ്പൊ പവറും അതുപോലെ തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പവർ, അതുപോലെ തന്നെ അധികാരം, അതുപോലെ ധൈര്യം, ഈ രീതിയിലുള്ള എല്ലാ ഗുണങ്ങളുടെയും ഒരു കെട്ടാണ് രാജാസ് എന്ന് പറയുന്ന ഗുണമായിട്ട് നമ്മൾ കണക്കാക്കുക. ഇനി താമസ് എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. ആ ഗുണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ഗ്ലൂമിനസ്, ഡൾനെസ്, സ്റ്റുപ്പിഡിറ്റി ആൻഡ് ഇൻഡോളൻസ്. അപ്പോൾ സ്റ്റുപ്പിഡിറ്റിയുടെ അല്ലെങ്കിൽ വിഡിതത്തിന്റെ അല്ലെങ്കിൽ വളരെയധികം മോശം കാര്യങ്ങളുടെ ഒരു ഗുണങ്ങളുടെ ഒരു കെട്ടായിട്ടാണ് താമസ് എന്ന് പറയുന്ന ഒരു ഗുണത്തെ കണക്കാക്കുന്നത്. ഇപ്പൊ താമസ് എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും? ഏറ്റവും താഴ്ന്ന വിഭാഗമായ ക്ഷുദ്രാസുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും താമസ് എന്ന് പറയുന്ന ഗുണം നമ്മൾ പ്രയോഗിക്കുക. Brahmins are considered sattvic. The Kshatriyas and Vaishyas are rajasic and come below the Brahmins in hierarchy. Shudras are tamasic. Below the Brahmins, Kshatriyas and Vaishyas.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സത്വ എന്ന് പറയുന്നത് എന്താണ്, ബ്രാഹ്മണന്മാരുടെ ഗുണമായിട്ട് നോളേജും അതുപോലെ തന്നെ എന്താണ് ഇതുപോലെയുള്ള ദൈവിക ഭാവമൊക്കെ ഒരു ബ്രാഹ്മണന്മാരുടെ ഗുണമായിട്ട് കാണുന്നത്. അതുകൊണ്ട് അത് സത്വ എന്ന് പറയുന്ന ബ്രാഹ്മണന്മാരുമായിട്ട് ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ രാജാസ് എന്ന് പറയുന്നത് പവറും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റി ധൈര്യവും ഒക്കെ വ്യാപാരികളെയും അതുപോലെ തന്നെ വൈശ്യരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ രാജാക്കന്മാരുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നു. അതുപോലെ താമസ് എന്ന് പറയുന്ന ഗുണം എന്ന് പറയുന്നത് അത് ഒരു ഫൂൾനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റുപ്പിഡിറ്റി ഒക്കെ ആയിട്ടാണ് കാണുക. ആ ഒരു ഗുണം ശുദ്രരുമായിട്ട് ഉൾച്ചേർന്ന് ഇരിക്കുന്നു. അപ്പൊ ആ കാര്യം കൊണ്ട് ഓർത്തിരിക്കുക. ഇനി സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ പറയാ. Early sociological explanations of caste are found in the theories of Karl Marx, Max Weber and Celestin Bogie. അപ്പൊ ഈ മൂന്നാളുകളും കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ആളുകളാണ്. ആരൊക്കെയാണ്? കാൾ മാർക്സ് ഉണ്ട്, അതുപോലെ തന്നെ മാക്സ് വെബർ ഉണ്ട്, അതുപോലെ തന്നെ സെലസ്റ്റിൻ ബോഗി ഉണ്ട്. അപ്പൊ കാൾ മാർക്സിന്റെയും അതുപോലെ തന്നെ മാക്സ് വെബറിന്റെയും ചില തിയറീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ജസ്റ്റ് ചെറിയ വേർഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടൽ അല്ലെങ്കിൽ ഇന്ററാക്ഷണൽ തിയറീസിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിന്റെയും അതുപോലെ തന്നെ വെബറിന്റെയും ഈ തിയറീസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. Marx linked the position of social groups in the society to land and its ownership. For him, an Indian villages have castes, work on land, and artisans and servicing classes. The caste working and land produced a surplus, which Marx said they provided to the artisan caste, who in turn gave the former a part of the traditional craft. Thus, they worked for each other and lived in harmony. However, this village republic model has been criticized as utopic. അപ്പോൾ മാക്സിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നാണ് പറയാ. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. അദ്ദേഹം ഒരു gave the former a part of traditional craft. They worked for each other and lived in harmony. അദ്ദേഹം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തില് മാക്സ് വെബർ പറയാ അല്ലെങ്കിൽ മാക്സ് പറയുന്നത് കാൾ മാക്സ് പറയാ ഈ എല്ലാ വിധത്തിലുള്ള കാസ്റ്റിലെ അംഗങ്ങളും നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പറയാ. പക്ഷെ ആ ഒരു വീക്ഷണം വളരെ തെറ്റായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എസ്പെഷ്യലി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കാസ്റ്റിലുള്ള ആളുകൾ തമ്മിലുള്ള സഹകരണം വളരെ കുറവായിരുന്നു അല്ലെ. പല രീതിയിലാണ് ആളുകൾ മറ്റേ ശുദ്രരായിട്ടുള്ള ആളുകളെ ടോർച്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു മാക്സിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിക് കാഴ്ചപ്പാടായിട്ടാണ് നമ്മൾ കാണുക. ഉട്ടോപ്പിയ എന്ന് പറയുന്നത് ഒരു നമുക്ക് യാഥാർത്ഥ്യമല്ലാത്തൊരു കാഴ്ചപ്പാടായിട്ടാണ് നമ്മൾ കാണുക. Weber considered caste as the status group whose members are reorganized by their social and economic position. Each group has a particular lifestyle. There are certain restrictions of each of group. The relationship between caste was also determined by the status of purity and pollution. Caste were placed in a hierarchy according to their level of purity. The Brahmins' level of purity was highest as they follow clean occupations such as priesthood. Weber argued that caste was the extreme form of the stratification. അപ്പോൾ വെബറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ ഒരു ക്ലാസ് സിസ്റ്റമായിട്ടാണ് കണ്ടത്. ഒരിക്കലും ക്ലാസും കാസ്റ്റും ഒന്നിച്ച് നമുക്ക് ഒരു തൂണിൽ കെട്ടാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് എന്ന് പറയുന്നത് ബൈ ബർത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പദവിനെയാണ് കാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുക. ജാതി നമുക്ക് ഇപ്പോഴും നമുക്ക് ജാതി മാറാൻ സാധിക്കുമെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള ആളുകൾക്ക് ജാതി മാറുക എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ജാതിയെ ക്ലാസുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനമാണ് വെബർ കാഴ്ചവെച്ചത്. അതും നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിൽ വളരെയധികം അരോചകമായിരുന്നു. കാരണം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കാസ്റ്റുമായിട്ട് ഡിഫറെന്റ് ആണ്. ഒരു ക്ലാസ്സിൽപ്പെട്ട ആളുകൾ പല ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പല കാസ്റ്റിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ തന്നെ ആ ഒരു കാസ്റ്റിലുള്ള ആളുകൾ തമ്മിൽ ഡിഫറൻസ് കാണിക്കും. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നെ സെലസ്റ്റിൻ ബോഗി said a caste was organized by its place in the hierarchy and by the occupation its members followed. Caste groups were constructed by social restrictions imposed upon them. Hierarchy and separation between groups helped maintain the status of caste. ബോഗിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സെലസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു രീതിയിലുള്ള ഹൈറാർക്കി കാസ്റ്റ് സിസ്റ്റത്തെ വളരെയധികം ഹെൽപ്ഫുൾ ആക്കുന്ന ഒന്നായിട്ടാണ് സെലസ്റ്റിൻ ബോഗി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതെന്താണ്, പല രീതിയിലുള്ള കാസ്റ്റ് ഹൈറാർക്കി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ബ്രാഹ്മിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ഷത്രിയാസ്, വൈശ്യര്, ശൂദ്രര്, ഇതൊരു ഹൈറാർക്കി ഓഫ് കാസ്റ്റ് ആണ്.
അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഹൈറാർക്കി നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഇനി ആട്രിബ്യൂഷണൽ തിയറീസ് ഓഫ് ടു കാസ്റ്റ്. അപ്പം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ നല്ലതായിട്ടും ചീത്തയായിട്ടും നോക്കിയവരുണ്ട്, നോക്കി കണ്ട് പഠിച്ചവരുണ്ട്. അപ്പോൾ ആരോപണം, ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ ആരോപണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസസ് എടുത്തു പറഞ്ഞിട്ടുള്ള ചില സോഷ്യോളജിസ്റ്റുകളാണ് GS കുരെ, അതുപോലെ തന്നെ JH ഹട്ടൻ, അതുപോലെ MN ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുകൾ. അവരൊക്കെ ആട്രിബ്യൂഷണൽ തിയറീസ് ഓഫ് ടു കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തിയറീസ് ഡെവലപ്പ് ചെയ്ത ആളുകളാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആട്രിബ്യൂഷണൽ തിയറീസ് ടു കാസ്റ്റ്, പ്രധാനമായിട്ടും GS കുരെ, JH ഹട്ടൻ, അതുപോലെ തന്നെ MN ശ്രീനിവാസ്. അപ്പൊ അവരെന്ന് പറയുന്നത് attributional approach talks to the significant features of the caste system and the element that differentiate it from other forms of social stratification. അപ്പോൾ ഈ attributional theories of caste എന്ന് പറയുമ്പോൾ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ മറ്റ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് സാമൂഹിക വർഗീകരണവുമായിട്ട് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം എങ്ങനെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്ന് പഠിച്ച ആളുകളാണ് ഈ ഒരു GS കുരെ, അതുപോലെ തന്നെ JH ഹട്ടൻ, അതുപോലെ MN ശ്രീനിവാസ് തുടങ്ങിയവര്. അപ്പോൾ GS കുരയുടെ തിയറി നമുക്ക് ആദ്യം നോക്കാം. In 1930s, Kuray noted different attributes of different castes to show them in a hierarchical order that attributed are. അപ്പോൾ പല രീതിയിലുള്ള ആട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ നമ്മുടെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ GS കുരെ കണ്ടു. കാരണം പല ജാതിയിൽപ്പെട്ട ആളുകൾ പല രീതിയിലുള്ള അലിഖിതമായ നിയമങ്ങൾ കൊണ്ടു നടക്കുന്നത് GS കുരെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെഗ്മെന്റൽ ഡിവിഷൻ ആണ്. An individual accurate its caste by birth and rank relative to other caste. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെഗ്മെന്റൽ ഡിവിഷൻ എന്ന് പറയുന്നത് അവർക്ക് ബൈ ബർത്ത് ലഭിച്ചിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് അവർ മാറാനായിട്ട് തയ്യാറായില്ലായിരുന്നു. പ്രത്യേകിച്ച് ഹൈ ക്ലാസ്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ് സിസ്റ്റത്തിൽ നിന്ന് മാറുവാനായിട്ട് അവർ തയ്യാറല്ലായിരുന്നു. ഹൈറാർക്കി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ബ്രാഹ്മിൻസ് വെയർ റാങ്ക്ഡ് ടോപ്പ് ഇൻ ദ ഹൈറാർക്കി ആൻഡ് അൺടച്ചബിൾസ് അറ്റ് ദ ബോട്ടം. അതായത് ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താ, ശ്രേണീകരണമാണ് അല്ലെ. അപ്പോൾ ഈ ശ്രേണീകരണത്തിൽ GS കുരെ കാസ്റ്റ് സിസ്റ്റത്തിൽ കണ്ട മറ്റൊരു സവിശേഷതയാണ് ഈ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ തന്നെയാണ് കൂടുതലായിട്ട് ശ്രേണീകരണം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ ശ്രേണീകരണം ഉള്ളത്. ഫസ്റ്റ് ബ്രാഹ്മണന്മാരാണ് ഉയർന്ന തട്ടിൽ നിൽക്കുന്നത്. അപ്പൊ അവര് ഭയങ്കര വിശുദ്ധരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളെ അൺടച്ചബിൾ ആയിരുന്നു അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരായിട്ടാണ് ബ്രാഹ്മിൻസ് താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയാം. പിന്നെ കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റെസ്ട്രിക്ഷൻ വെയർ പ്ലേസ്ഡ് ഓൺ മെമ്പർ ഓഫ് എവറി കാസ്റ്റ് വിത്ത് റിഗാർഡ് ടു ദെയർ കസ്റ്റംസ്, റിച്വൽസ് ആൻഡ് ഫ്രോം who they could accept food. These restrictions were placed to maintain purity to the of the caste group members. അപ്പം ഇത്തരത്തില് നമ്മുടെ കാസ്റ്റ് റെസ്ട്രിക്ഷൻസ്, അതായത് ജാതിയിൽ നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയും GS കുരെ കണ്ടെത്തുകയുണ്ടായി. കാരണം പല ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവരുടെ ജാതി വിട്ടിട്ട് മറ്റൊരു ജാതിയിലേക്ക് കയറുക എന്നുള്ളത് പണ്ട് കാലത്ത് അത്ര സുഗമമായിരുന്നില്ല. പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാരെല്ലാം അവരുടെ ജാതിയിൽ നിന്ന് തന്നെ ആളുകളെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റാളുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അവർ തീർത്തും നിരോധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ശുദ്രരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ജാതിയിൽ നിന്ന് ഉയർന്ന ഒരു ജാതിയിലേക്ക് മാറുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവരുടെ ബൈ ബർത്ത് അവർ ഏത് ജാതിയിലാണോ ആ ജാതിയിൽ തന്നെ ജീവിതാവസാനം വരെ നിലകൊള്ളേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് GS കുരെ കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാസ്റ്റിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. കാസ്റ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് എന്താണ്, അശുദ്ധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്നെ അശുദ്ധിയാക്കി എന്നൊക്കെ നമ്മൾ ബ്രാഹ്മണന്മാർ പറയുന്നത് പല സിനിമകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഒരു വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ശുദ്രരായിട്ടുള്ള പണി ചെയ്യുന്ന ആളുകൾ അവരെ തൊട്ട് കഴിഞ്ഞാൽ അവർ അശുദ്ധരായി മാറും എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. Caste pollution. This was a belief that touching or coming in contact with the lower caste people contaminated of pollution and upper caste just because of their involvement in unclean shunning of pollution is reflected in separate residential areas of different caste groups. അടുത്തതെന്ന് പറയുന്നത് ട്രഡീഷണൽ ഓക്യുപ്പേഷൻസ് ആണ്.
Every caste had a traditional occupation. The cleanest caste to upper caste had clean occupations, whereas the unclean impers caste or the lower caste had defiling ones. അതായത് ഇവർക്ക് ഓരോ ആചാരപരമായ ഓരോ ഒക്യുപ്പേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആചാരങ്ങളിൽ അവർ വളരെ നീറ്റായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് അവർക്ക് ഉള്ള ഒരു സ്ഥാനമൊന്നും അവർ കൊടുക്കാറില്ല. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്യുപ്പേഷൻസിൽ അവർ മാത്രം അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ കയറ്റാറുള്ളൂ. ഇനി എൻഡോഗമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാസ്റ്റിന്റെ ഒരു സവിശേഷതയായിട്ടാണ് GS കുരെ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻ ദാറ്റ് വൺ കുഡ് ഓൺലി മാരി വിത്തിൻ വൺ കാസ്റ്റ്. അതാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അതായത് സ്വന്തം ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കാസ്റ്റിൽ നിന്നുള്ള മാരേജസിനെയാണ് എൻഡോഗമി എന്ന് പറയാം. അപ്പൊ ഇതിൽ തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മറ്റു ജാതിയിൽ നിന്നുള്ള ആളുകളുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളൊന്നും അംഗീകരിച്ചിരുന്നില്ല. അവർ സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹ ബന്ധങ്ങളെ അംഗീകരിച്ചിരുന്നുള്ളൂ. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രമേ വിവാഹ ബന്ധങ്ങൾ പുലർത്തുവാറുള്ളൂ. അതുപോലെ തന്നെ ശുദ്രര് അവരുടെ ജാതിയിൽ നിന്നാണ് വിവാഹം കഴിക്കാറുള്ളത്. അങ്ങനെ ജാതി മാറുള്ള വിവാഹങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് പക്ഷെ അങ്ങനെയല്ല അല്ലേ, നമുക്ക് ഒരുപാട് അതിലൊരു സ്വാതന്ത്ര്യമുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു GS ഗുരയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജാതിയുടെ സവിശേഷതകളായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ചില പ്രത്യേക കാര്യങ്ങളാണ്. സെഗ്മെന്റൽ ഡിവിഷനും അതുപോലെ തന്നെ ഹൈറാർക്കി, കാസ്റ്റ് റെസ്ട്രിക്ഷൻസ്, കാസ്റ്റ് പൊല്യൂഷന്, അതുപോലെ തന്നെ ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ്, അതുപോലെ തന്നെ എൻഡോഗമി. ഇത്രയും കാര്യങ്ങളാണ് GS ഗുരയുടെ ഭാഗമായിട്ട് കാസ്റ്റിനെ കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള സവിശേഷതകൾ. ഇനി GH ഹട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് നോക്കാം. GH ഹട്ടൻ എന്ന് പറയുന്നത് ഹട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രധാന സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഇത്തരത്തിലുള്ള സാമൂഹിക വർഗീകരണം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സവിശേഷതകളായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് ഏതൊക്കെയാണെന്ന് നോക്കാം. Hutton held that the main features of the caste system was endogamy on the fact that he stated various restrictions and taboos are imposed interaction among the caste members must not violate these restrictions placed on the various castes. Okay, അപ്പോൾ the taboo on talking cooked food from any caste, but once one was another key features of the caste system. അതായത് ചില ആളുകൾ അദ്ദേഹം എൻഡോഗമിനെ ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ്, ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽപ്പെട്ട ആളുകൾ അവരവരുടെ കാസ്റ്റിൽ നിന്ന് മാത്രമുള്ള ഫുഡുകൾ മാത്രമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ. ആ രീതിയിൽ അവര് ഒരു ഡിഫറൻസ് കാണിച്ചിരുന്നു. അതുകൂടാതെ ആരാണ് ഭക്ഷണം കുക്ക് ചെയ്തത്? ഹൂ ഈസ് ദ കുക്ക്? വാട്ട് ടൈപ്പ് ഓഫ് പോട്ട് വാസ് യൂസ്ഡ് ടു കുക്ക്? ഇറ്റ് ഈസ് കച്ച അൺകുക്ഡ് ഫുഡ് ഓർ പക്ക ഫ്രൈഡ് ഇൻ ഓയിൽ? Vegetarian food is ranked higher than non-vegetarian food. Brahmins are vegetarian, but not everywhere. Brahmins in Bengal and Kashmir are non-vegetarian. അപ്പോൾ ഹട്ടന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പ്രധാന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന ഫുഡിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടും മറ്റുള്ളവർ ഇപ്പൊ ബ്രാഹ്മിൻസ് ആണ് മറ്റുള്ള ആളുകളിൽ നിന്ന് കാസ്റ്റിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഫുഡ് സ്വീകരിക്കുന്നതെങ്കിൽ ഇത് ആരാണ് കുക്ക് ചെയ്തതെന്ന് അവർ ചോദിക്കും. അതുകൂടാതെ ഇത് ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്തതെന്ന് ചോദിക്കും. അതുപോലെ ഈ ഒരു കച്ച ഫുഡാണോ അതുപോലെ പക്ക ഫുഡാണോ നമ്മൾ നോക്കും, അല്ലെങ്കിൽ അവർ നോക്കും. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് ആണോ എന്നൊക്കെയാണ് ബ്രാഹ്മിൻസ് കൂടുതലും നോക്കുക. അപ്പോൾ ബ്രാഹ്മിൻസ് എല്ലായിടത്തും വെജിറ്റേറിയന്മാരാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ബംഗാൾ അതുപോലെ തന്നെ കാശ്മീർ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ബ്രാഹ്മണന്മാര് നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ആരൊക്കെയാണ് കുക്ക് ചെയ്തതെന്നുള്ള രീതിയിലുള്ള അവരുടെ ആ ഒരു എൻക്വയറി ഈ ഒരു
JH ഹട്ടന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ആ ഒരു സവിശേഷത അല്ലെങ്കിൽ ആ ഒരു ഫുഡ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന വൈമുഖ്യത്തെ അദ്ദേഹം ഹട്ടൻ എടുത്തു കാണിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എനിക്കിവിടെ കുഴി കുത്തിയാണ് അവിടെ കഞ്ഞി ഇട്ട് തരികയായിരുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്നതെന്നുള്ള ചില ടോക്കുകളൊക്കെ നമ്മൾ പഴയ കാലത്തെ ആളുകളുടെ വർത്തമാനത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, പണ്ട് കാലത്ത് ആളുകൾക്കൊക്കെ ഇങ്ങനെ ചിരട്ടയിലും അല്ലെങ്കിൽ വാഴയില ഇങ്ങനെ നമ്മുടെ മുറ്റത്ത്, ബ്രാഹ്മണന്മാരുടെ മുറ്റത്തൊക്കെ ദൂരെ മാറി വാഴയിലയിൽ ഭക്ഷണം കുടിക്കുകയും അല്ലെങ്കിൽ മുറ്റത്ത് കുഴി കുത്തിയിട്ട് അതില് ഭക്ഷണം കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കുറച്ച് പഴയ ആചാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഫുഡ് കൊടുക്കുന്നതിൽ പോലും ഒരു കാസ്റ്റിന്റെ അല്ലെങ്കിൽ ജാതിയുടെ വേർതിരിവുകൾ കാണുന്ന ആളുകളെ ഹട്ടൻ തിരിച്ചറിയുകയും അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തിയറീസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി MN ശ്രീനിവാസിന്റെ അഭിപ്രായത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാം. MN Srinivas, scholar using the attributional approach, focus on the attributes of a caste, but they emphasize on different attributes and study how they affect interaction among different caste groups. In 1950s, Srinivas studied the structure of relations arising between caste on the basis of the attributes. He introduced the position mobility known as Sanskritization, a process whereby a caste tries to raise its rank within the caste hierarchy by adopting in practice the attributes of the caste of castes above them in hierarchy. In this effort, they drop the low attributes and replace them with the high attributes of the caste above them. Adoption of vegetarianism and clean occupations are examples. Dominate caste is a village is consciousness by its sizable numerical presence, ownership of land, political power. Thus, a dominant caste has numerical significance as well as no economic and political power. The dominant caste hierarchy but commands the services of all other castes. അപ്പോൾ MN ശ്രീനിവാസ് നമ്മൾ പറഞ്ഞു, GS കുര്യയുടെയും JH ഹട്ടനും അവരുടെ കാഴ്ചപ്പാടുകൾ, കാസ്റ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ MN ശ്രീനിവാസിന് ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റൈസേഷൻ ആണ്, അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണമാണ്. അപ്പൊ സംസ്കൃതവൽക്കരണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബ്രാഹ്മണന്മാരുടെയൊക്കെ ഒരു ലാംഗ്വേജ് ആണ് അല്ലെ സംസ്കൃതം എന്ന് പറയാം. അവരാണ് കൂടുതൽ സംസ്കൃതം ഉപയോഗിക്കുക. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് സംസ്കൃതമൊക്കെ അറിയാനായിട്ടും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ. അപ്പോൾ ഈ സംസ്കൃതവൽക്കരണം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഈ താഴേക്കിടയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശൂദ്രരും വൈശ്യരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അല്ലെങ്കിൽ മറ്റുള്ള ഉയർന്ന ജാതിയിലെ പോലെ ആയിത്തീരുവാനൊക്കെ അവരവരുടെ ജീവിത രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈശ്യരായിട്ടുള്ള അല്ലെങ്കിൽ ശൂദ്രരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ അവര് ബ്രാഹ്മണന്മാരെ പോലെ അല്ലെങ്കിൽ അവരുടെ പോലെ ഉയർന്ന പദവി അവർക്ക് ലഭിക്കുമെന്നുള്ളൊരു മിഥ്യാധാരണയിൽ അവർ ഈ ഒരു ബ്രാഹ്മണന്മാർ ചെയ്യുന്ന ചില ആചാരങ്ങളൊക്കെ അവര് ചെയ്യുവാനായിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബ്രാഹ്മണന്മാരുടെ ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് MN ശ്രീനിവാസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സംസ്കൃതവൽക്കരണം ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് ഓർക്കുക. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ആളുകൾ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാരുടെ ജീവിത ശൈലികൾ ഒക്കെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സംസ്കൃതവൽക്കരണം എന്ന് പറയാം. അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഇനി ഇന്ററാക്ഷണൽ തിയറീസ് ഓഫ് ടു കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണുള്ളത്. അപ്പം ആട്രിബ്യൂഷണൽ തിയറീസ് ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 സോഷ്യോളജിസ്റ്റുകളെ വലയം ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഒന്ന് GS കുര്യൻ, മറ്റൊന്ന് JH ഹട്ടൻ, അതുപോലെ തന്നെ MN ശ്രീനിവാസ്. ഇനി ഇന്ററാക്ഷണൽ തിയറീസ് ടു കാസ്റ്റ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടായിട്ട് പല സോഷ്യോളജിസ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് FG ബെയ്ലി ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് M മേയർ ആണ്, അതുപോലെ തന്നെ A മേയർ ആണ്, അതുപോലെ തന്നെ മൂന്നാമത്തത് M മാരിയറ്റ് ആണ്.
അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ററാക്ഷണൽ തിയറീസ് ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. Interaction approach tries to explain how castes are ranked with respect to one another in a local experimental context. Interaction process are denotes by a set of attributes. Some of the pioneer works on interactional approaches to the study of caste are discussed below. അപ്പം ഇന്ററാക്ഷണൽ പ്രോസസ് എന്ന് പറയുന്നത് ഈ കാസ്റ്റുകൾ പല രീതിയിൽ ആളുകളുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ചില കാസ്റ്റുകളിൽപ്പെട്ട ആളുകൾക്ക് മറ്റുള്ള കാസ്റ്റിൽ നിന്നുള്ള ആളുകളെ വിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അവര് അശുദ്ധി പ്രാപിക്കുമെന്നുള്ള നിയമങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ചില ഉയർന്ന ജാതിക്കാരെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശുദ്ധരായിട്ടുള്ള താഴെക്കിടയിലുള്ള ആളുകൾ തൊട്ട് കഴിഞ്ഞാൽ അവർ ആ ഉയർന്ന ജാതിക്കാരെ അശുദ്ധരായി മാറുമെന്നുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ ജാതി വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കൂടാതെ നമ്മൾ ജാതിയിലുള്ള പല ജാതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് ഇന്ററാക്ഷണൽ തിയറീസ് ടു കാസ്റ്റിൽ നമ്മൾ കൂടുതലായിട്ട് ഊന്നി പറയുക. അപ്പൊ FG ബെയ്ലിയുടെ അടിസ്ഥാനത്തില് according to Bailey, caste dynamics and identify are united by two principles, segregation and hierarchy. He held that caste stand in ritual and secular hierarchy expressed in the rules of interaction. The ritual system overlaps the political and economic system. Bailey studied the caste system in village Bisipara in Odisha and found how the caste situation in the village changed and become more fluid after independence when the Kshatriyas lord must of their land. This caused a downslide in their ritual ranking also. There was a clearly described change in the interaction patterns like acceptance and non-acceptance of food from other caste. Behind rituals, a power domination existence in the relation between caste. A dominant class existed. The other caste remained subordinates. A lower caste trying to eliminate a caste which is higher in rank shows the rank and caste identify. അപ്പോൾ FG ബെയ്ലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവര് കാസ്റ്റിലുള്ള ആളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ നടത്താറുണ്ട്, പല കാസ്റ്റിലുള്ള ആളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ നടത്താറുണ്ടെന്നാണ് പറയുക. അത് പ്രധാനമായിട്ടും ഈ പ്രധാനപ്പെട്ട ചില ഫുഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിലൊന്നും ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാത്ത ഫുഡുകൾ ഉണ്ടല്ലോ, ആ ഉണ്ടാക്കാത്ത ഫുഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ കൈമാറം ചെയ്യുന്നതിനൊന്നും ഇപ്പോഴും വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റിലുള്ള a lower caste trying to eliminate a caste with is higher in rank shows the rank is caste identified. Thus the interaction pattern become identified and ritual stat and rank order machinery. Interaction pattern involves attitudes and practices with regards to acceptance and non-acceptance of food, services, water, smoking throughout, together sitting arrangements at a fastest and exchange of gift between the caste. അപ്പോൾ FG ബെയ്ലിയുടെ അഭിപ്രായത്തിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിലെ ആളുകൾ തമ്മിൽ ഫുഡ് കൈമാറം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള ഒരു റാങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവർ പല രീതിയിൽ സഹകരിക്കുന്നതിനെ കുറിച്ച് FG ബെയ്ലി പറയാറുണ്ട്. അപ്പോൾ മേയറിന്റെ അഭിപ്രായത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ററാക്ഷണൽ തിയറീസ് ടു കാസ്റ്റിനെ അഭിപ്രായപ്പെട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തി മേയറിന്റെ കുറച്ച് തിയറീസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേയർ സ്റ്റഡിഡ് ദ കാസ്റ്റ് സിസ്റ്റം ഈസ് മധ്യപ്രദേശ് രാംകേരി വില്ലേജ്. He found interactive between caste in terms of exchanged food type, whether kacha or pakka, a context of eating and ritual, commensally of eating, drinking water and smoking, who provide food and the cook, setting arrangements at eating, the vessel used to water given, whether metal or earthen. The commercial hierarchy is based on the belief that any of all of above factors can cause greater or they are polluted for the caste and thus affecting is identify the ranking in the hierarchy. Those at the top ensure that only a caste or type of food and water vessels which will not pollute them is accepted to or used by them. For example, they accept only pakka food from a lower caste but accept kacha food only from within the സെയിം കാസ്റ്റ് ഓഫ് സബ് കാസ്റ്റ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ മേയറിന്റെ അഭിപ്രായത്തിൽ ഈ ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ മധ്യപ്രദേശിലെ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിൽ കാസ്റ്റിന്റെ പ്രശ്നമൊന്നും അവർ കാണിക്കാറില്ല എന്നാണ് അദ്ദേഹം പറയാ. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഫുഡ് കച്ചായും, അതുപോലെ തന്നെ കച്ച എന്ന് പറയുന്നത് എന്താണ്, അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അതുപോലെ തന്നെ പക്ക എന്ന് പറയുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള, എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് ടൈപ്പാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഏത് ടൈപ്പ് വേണേലും ഫുഡ് അവർ കൈമാറ്റം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർ ഫുഡ് ആർക്ക് വേണേലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുക്ക് ആരാണെന്നൊന്നും അവര് ആരാണ് ഉണ്ടാക്കിയെന്നുള്ള ചോദ്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അടുത്തത് മാരിയറ്റിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഇന്ററാക്ഷണൽ തിയറീസ് ടു കാസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പരസ്പര ബന്ധിതമായിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നതിന് മാരിയറ്റ് നൽകിയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളും കുറച്ച് കാര്യങ്ങളും ഇവിടെ അടുത്തത് കൊടുത്തിട്ടുണ്ട്. മാരിയറ്റ് studied the caste ranking in ritual interaction. He found that ritual hierarchy is linked to economic and political hierarchies. അപ്പോൾ മാരിയറ്റിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തില് ഈ ഒരു നമ്മുടെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ പരസ്പര ബന്ധിതമായിട്ടുള്ളത് അവരുടെ പൊളിറ്റിക്കലും അതുപോലെ തന്നെ ഇക്കണോമിക് സ്റ്റാറ്റസും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കാസ്റ്റ് ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതി ആണെങ്കിലും ഉയർന്ന ജാതി ആണെങ്കിലും അവർ ഇക്കണോമിക്കലായിട്ട് സ്റ്റേബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇക്കണോമിക്കലായിട്ട് അവർ ഭയങ്കര ഉയർന്ന സ്ഥാനത്താണെങ്കിൽ, അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് അവർ ഉയർന്ന സ്ഥാനത്താണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അസമത്വങ്ങളോ കാര്യങ്ങളൊന്നും അവിടെ അവർ പുറത്തെടുക്കാറില്ല എന്നുള്ളതാണ് മാരിയറ്റിന്റെ അഭിപ്രായത്തിൽ ഉള്ളത്. Both ritual and non-ritual hierarchies affect the ranking through. Ritual hierarchies tend to play a greater role, a conscious emergence on caste ranking, and that is collectively upheld. In 1952, Marriott studied two villages, Kishan-Gari and Ramnagla, in the Aligarh district of Uttar Pradesh, and found that there is consciousness about caste ranking. This study was based on the observation of ritual interaction in these villages. The important indicators of rank are giving and accepting food, giving the receiving of honorific gestures and practices. Brahmins are ranked high and they officiate at the most exclusive and important rituals. Brahmins accept pakka food only from their other group of high caste. A caste can be considered high if Brahmins accept pakka food from them, and low in Brahmins accepting kacha food ഫ്രം ദം. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ മാരിയറ്റ് രണ്ട് സ്ഥലങ്ങളിൽ അവര് ഒരു എൻക്വയറി അല്ലെങ്കിൽ റിസർച്ച് നടത്തിയതിനു ശേഷം അവർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് പറയാ. ഈ കാസ്റ്റിലെ ഇന്ററാക്ഷനെ കുറിച്ചാണ് അവർ പറയാ. ഒന്നെന്ന് പറയുന്നത് അവര് ഫുഡ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമെന്ന് പറയുന്നത് അവര് ഒരു ആദരവും അതുപോലെ തന്നെ ആദരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ശാരീരിക ആംഗ്യങ്ങളും ഒക്കെ അവരെങ്ങനെ ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും മാരിയറ്റ് അവരുടെ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മിൻസിന് തന്നെയാണ് ആ ഒരു ഉത്തർപ്രദേശിലെ ആ പ്രദേശങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനം കിട്ടുന്നത് ബ്രാഹ്മിൻസിന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഫുഡുകളൊക്കെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലോ കാസ്റ്റിൽ നിന്ന് മേടിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില ടൈപ്പ് ഓഫ് ഫുഡ് അവർ സ്വന്തം കാസ്റ്റിൽ നിന്ന് മാത്രമേ മേടിക്കാറുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ therefore food and services and how they are provided, the acceptance are the major indicators of caste ranking. Marriott also found other rules. They are smoking together and the arrangement of the housing complex, details and bodily contact, and fasting and order in which the food is served. അപ്പോൾ അതേ മാരിയറ്റിന്റെ വേറെ കുറച്ച് ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, വേറെ കുറച്ച് കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് സ്മോക്ക് ചെയ്യും, ഒന്നിച്ച് പുകവലിക്കാനും, അതുപോലെ തന്നെ അവർ ഒന്നിച്ച് അവരുടെ ഹൗസിംഗ് പ്ലോട്ടുകൾ, ഇപ്പോൾ ഒരേ ബ്രാഹ്മണന്മാരെല്ലാം ഒരേ സ്ഥലത്ത് മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ ശുദ്ധരായിട്ടുള്ള ആളുകളെല്ലാം വേറൊരു സ്ഥലത്ത് ജീവിക്കുക, അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ആ ഒരു രീതിയിൽ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുകയോ പല രീതിയിൽ അറേഞ്ച് ചെയ്യുകയോ അങ്ങനെയുള്ള രീതിയിൽ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അവരുടെ ബോഡി കോണ്ടാക്ട് എങ്ങനെയാണ്, ആ രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാരിയറ്റ് അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഫാസ്റ്റിംഗ് ആൻഡ് ദ ഓർഡർ ഇൻ ദ വിച്ച് ദ ഫുഡ് ഈസ് സെർവ്ഡ്. അപ്പൊ അതുപോലെ തന്നെ അവർ ഫാസ്റ്റ് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ അവർ ഏത് തരത്തിലുള്ള ഫുഡുകളാണ് അവര് ശരീരത്തിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ചിട്ട് അത് അവരുടെ തിയറിയുടെ ഭാഗമാക്കി എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എൽ ഡുമോണ്ട് എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഇതിലൊരു ഇന്ററാക്ഷണൽ രീതിയിലുള്ള കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പ്രധാന തിയറീസ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഇൻ ഹിസ് സ്റ്റഡി ഡുമോണ്ട് focused on the relations between castes rather than
Attributes: he believed that which references of the relationship between caste attributes can be only be explained. He found the local context role in caste ranking and identity, but this is a response to the ideology of hierarchy which extends over the entire caste system. For Dumont, the caste is a set of relationship of economic, political, and kingship system sustained by an mainly religious values. Caste, according to him, is a special type of inequality, and hierarchy is the essential value underlying the caste system, and it is the value that integrates the Hindu society. The various aspects of the caste, he states, the based on the principle of the pure and impure underlying them. അപ്പോൾ ഡ്യൂമണ്ടും ഈ ഒരു രീതിയിലുള്ള പ്യൂരിറ്റിയും അതുപോലെ തന്നെ ശുദ്ധി അശുദ്ധി തുടങ്ങിയ കോൺസെപ്റ്റിനെ കുറിച്ച് ഡ്യൂമണ്ടും അദ്ദേഹത്തിന്റെ തിയറീസിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം Dumont also feel the hierarchies rose the ritual status without accepting the influence of wealth or power authority. അതുപോലെ തന്നെ അദ്ദേഹം ഹൈറാർക്കിയിലുള്ള വെൽത്തിന്റെയും അതുപോലെ തന്നെ വെൽത്ത് എന്താണ് നമ്മുടെ സമ്പത്തിന്റെയും അതുപോലെ തന്നെ പവർ നമ്മുടെ അധികാരത്തിന്റെയും ഒക്കെ സ്വാധീനം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ എത്രത്തോളം പ്രകടമാകുന്നു എന്നതിനെ കുറിച്ചും ഡ്യൂമോണ്ട് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. Ranking is basically religious in nature. In Indian society, status has always been separated from power. To go further, power has been subordinate to status. The king is subordinate to the priest. The both are dependent on each other. Their hierarchy is ritualistic in nature and supported by religion. Only when power is subordinated to status can this type of pure hierarchy develop. The Brahmins who represents purity is superior and the top of the system, but the Brahmin along with the king possesses all the other categories of Varna system. അപ്പോൾ അതുപോലെ തന്നെ ഡ്യൂമോണ്ട് അഭിപ്രായപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉയർന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞില്ല അല്ലെ. അപ്പൊ ബ്രാഹ്മിൻസിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതായിരിക്കും. പക്ഷേ ഈ സ്റ്റാറ്റസും പവറും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് പറയാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിന് ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ട്, അതിനേക്കാൾ താഴ്ന്ന സ്റ്റാറ്റസ് ആണ് ക്ഷത്രിയർസിനുള്ളത്. പക്ഷെ ക്ഷത്രിയേഴ്സ് ആണ് പവർ വൈസ് നോക്കുവാണെങ്കിൽ ബ്രാഹ്മിൻസിനേക്കാളും ഉയർന്നു നിൽക്കുന്നത്. കാരണം എന്താണ്, രാജാധികാരമൊക്കെ ഉള്ളത് ആർക്കാണ്? ക്ഷത്രിയർക്കാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ അധികാരമുള്ള ആ ആളുകൾക്ക്, ക്ഷത്രിയർക്ക് ബ്രാഹ്മിൻസിന്റെ അത്രയും സ്റ്റാറ്റസും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ഇവർ തമ്മിൽ വളരെയധികം സഹകരണത്തോടെയാണ് പോകുന്നത്. കാരണം എന്താണ്, നമുക്ക് ബ്രാഹ്മിൻസിന് നമ്മുടെ അധികാരത്തിലുള്ള രാജാക്കന്മാരുടെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് ദൈവിക കാര്യങ്ങൾ അറിവുള്ള അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുന്ന ബ്രാഹ്മണന്മാരുടെ ആവശ്യവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പരസ്പരം സഹകരിച്ചാണ് പോകുന്നതെന്ന് പറയാം. അപ്പൊ എല്ലാ കാസ്റ്റ് സിസ്റ്റവും പ്രത്യേകിച്ച് ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾ തമ്മിൽ ഒരു പരസ്പര സഹകരണത്തെ കുറിച്ച് ഇവിടെ ഊന്നി പറയുന്നുണ്ട്. അത് ഡ്യൂമണ്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നും കൂടെയാണ്. For Dumont, the Gemini system of economic interaction is ritual expressions rather than the economic arrangement. Gemini system is the religious expressions of interdependence, where independence is directed from religious. Similarly, commensal regulations emphasizing hierarchy rather than separation. However, the purity questions does not arise on all such occasions and commensally. Thus, the washerman is a purifier and can enter the house freely, but they cannot take part in a marriage party with a similar caste. അപ്പോൾ അതുപോലെ തന്നെ ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറീസ് ആസ് അപ്രൈസൽ എന്ന് പറയുന്നത്, നമ്മൾ ആട്രിബ്യൂഷണൽ തിയറീസ് പറഞ്ഞു, അതുപോലെ ഇന്ററാക്ഷണൽ തിയറി പറഞ്ഞു. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ ആളുകൾ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ ഉള്ള ഉച്ചനീചത്വങ്ങളോ അല്ലെങ്കിൽ അനീതികളോ ഒക്കെയാണ് നമ്മൾ ആട്രിബ്യൂഷണൽ തിയറീസിൽ കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്ററാക്ഷണൽ തിയറീസ് എന്ന് പറയുന്നത് അവർ ഏതൊക്കെ രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് അവർ പരസ്പര സഹായത്തോടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ററാക്ഷണൽ തിയറീസ് ഓഫ് കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഷോർട്ട് കമ്മിങ്സ് ആണ്. അതായത് ചില ഓവർകം ആയിട്ട് നമ്മളൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നോക്കാം. അപ്പൊ ഇതിന്റെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ ഇത്. എ മാരിഡ് ഫൗണ്ട് ദ ഡയറ്റ് ആൻഡ് occupational restrictions in some caste did not negate caste rank or identity. In his study of Kishangiri, Marriott found that the caste studied did not seem to drive their position in the social hierarchy from their attributes. Also, Marriott's finding that the placement of caste is Kishan Ghari did not follow from highness and lowness of occupation did not fit the theory. Descriptions may be there between a caste, attributes and rank. The Mysore village, there Srinivas studied that trendest caste is vegetarian and follows a clean occupation relatives or to the peasants, but the later are ranked above the former. Which of the attributes are more important and which of the attributes are less important for ranking of caste is not found. In the international approach has the following problems. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ചില ആളുകൾ പല രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസ്റ്റിനെ നമ്മൾ ഒരിക്കലും ക്ലാസ്സുമായിട്ട് ഡിഫറെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ചേർത്ത് എഴുതുവാനായിട്ട് സാധിക്കില്ല. കാരണം ക്ലാസ്സും കാസ്റ്റും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പദങ്ങളാണ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ്. പക്ഷേ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജാതിയെയാണ് ഉത്തേജിപ്പിക്കുക. അതായത് നമ്മൾ ബൈ ബർത്ത് നമ്മൾ ഏത് ജാതിയിലാണോ ആ ജാതിയായിരിക്കും നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ ജാതിയായിട്ട് പരിഗണിക്കുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശ്രീനിവാസൻ നൽകിയിട്ടുള്ള ഇത് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ഒരു ടേം എന്താണെന്നും കൂടെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിയുടെ ഒരു പദവി കിട്ടാനായിട്ട് അവർ ഉയർന്ന ജാതിക്കാരെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആളുകളെ പോലെ ജീവിക്കാൻ വേണ്ടി ക്ഷുദ്രരായിട്ടുള്ള ആളുകൾ അവരുടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുകയും എന്നും അമ്പലത്തിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നും ബ്രാഹ്മിൻസിനെ പോലെ രാവിലെ എഴുന്നേക്കും പൂജാ കർമ്മങ്ങളിലൊക്കെ ഇടപെടുകയും അതുപോലെ തന്നെ കുളിക്കുകയും അങ്ങനെ രാവിലത്തെ നാമം ചൊല്ലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അനുകരിക്കുമ്പോൾ അവർ ആ ഉയർന്ന ജാതിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള വിദ്യാധാരണ കൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾ ഉയർന്ന ജാതിക്കാരാകാൻ വേണ്ടി അവരുടെ മാനറിസംസ് അല്ലെങ്കിൽ അവരുടെ ചില പ്രക്രിയകളൊക്കെ അനുകരിക്കുന്നതിനാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് അവര് അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ചില ഫുഡുകളൊക്കെ താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ചില ഫുഡുകൾ അവർ സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഫുഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കച്ച പക്ക എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽ പെട്ട ഫുഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കച്ച എന്ന് പറയുന്നത് എന്താണ്, കുക്ക് ചെയ്യാത്ത ഫുഡാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പക്ക എന്ന് പറയുന്നത് എണ്ണയിലൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള ഫുഡുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളിലാണ് പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, ചില കാര്യങ്ങളൊക്കെ അവിടെ ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ടോ, സ്മോക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഹൗസ് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഒരേ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരേ പ്രദേശത്തായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിലൊക്കെ ആളുകൾ തമ്മിൽ ഒരു സാമ്യത ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. വാട്ട് ഇസ് സാൻസ്ക്രിറ്റൈസേഷൻ, അതായത് സംസ്കൃതവൽക്കരണം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. MN ശ്രീനിവാസിന്റെ ഒരു പദമാണ് സംസ്കൃതവൽക്കരണം എന്നുള്ളത് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, കാരണം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ലൂയിസ് ഡ്യൂമെന്റിന്റെ തിയറീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് നോക്കുക. പിന്നെ ഈ ഡിവൈൻ ഒറിജിൻ ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് ഉയർന്നു വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് ബ്രഹ്മാവിന്റെ ഒരു തിയറീസ് നമ്മൾ പറഞ്ഞു, ഒരു കഥയുണ്ടെന്നും നമ്മൾ പറഞ്ഞു. ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ബ്രാഹ്മണന്മാരും കൈകളിൽ നിന്ന് ക്ഷത്രിയരും അതുപോലെ തന്നെ കാലിൽ നിന്ന് തുടയിൽ നിന്ന് വൈശ്യരും കാൽപാദത്തിൽ നിന്ന് ക്ഷുദ്രരായിട്ടുള്ള ആളുകളും വന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചില ഡിവൈൻ ഒറിജിൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ചില മിഥ്യാധാരണകൾ നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിവൈൻ ഒറിജിൻ ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ സത്വ, രാജാസ്, അതുപോലെ തന്നെ
താംസ തുടങ്ങിയ 3 ഗുണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. താംസ എന്ന് പറയുന്നത് അല്ല സത്വ എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ ഗുണമായിട്ട് നോളജ് ഒക്കെ ആയിട്ട് കണക്കാക്കുക. അതുപോലെ രാജാസ് എന്ന് പറയുന്ന പവർ അത് രാജാക്കന്മാരുടെ ഒരു അല്ലെങ്കിൽ വൈശ്യരുടെ ഒരു പവറായിട്ട് ഒരു ഗുണമായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ താമസ് എന്ന് പറയുന്നത് സ്റ്റുപ്പിഡിറ്റിയുടെ ഒരു ഗുണമായിരുന്നു. അത് ശുദ്രരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ കൃത്യമായിട്ട് ചോദിക്കും ചിലപ്പോൾ. ഹൈറാർക്കി, ട്രഡീഷണൽ ഡിവിഷൻ ഓഫ് ലേബർ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്യൂരിറ്റി, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതാം, അല്ല ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയാ ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുറയുടെയും അതുപോലെ തന്നെ എ മേയറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മാരിറ്റിന്റെ ഒക്കെ തിയറീസ്, അതിന്റെ പ്രധാനപ്പെട്ട അവരുടെ കോൺസെപ്റ്റുകൾ ഏതാണെന്ന് ആ രീതിയിലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും കാസ്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കുക, സാൻസ്ക്രിറ്റൈസേഷൻ എന്താണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ പോയിന്റ്സുകളായിട്ട് ഞാൻ തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫുഡ് മേടിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ജാതിയിൽ നിന്നുള്ള വിവാഹങ്ങളൊക്കെ അവരെ എതിർത്തിരുന്നു. അതുപോലെ തന്നെ ചില ഫുഡുകളൊക്കെ മറ്റുള്ള ജാതിയിൽ നിന്ന് സ്വീകരിക്കുന്നതിനെ അവരെ എതിർത്തിരുന്നു. ആ രീതിയിലൊക്കെയുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസും കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളുമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസും കാസ്റ്റും എന്ന് പറയുന്നത് 2 വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു വിഭാഗമായിട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് നമ്മൾ അതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്നാണ്. അതെന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് കൂടുതൽ ക്ലാസ് അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുക. നമ്മുടെയൊക്കെ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണമാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് നമ്മൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ തരംതിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുത്തൻ പണക്കാർ അല്ലെങ്കിൽ ഉയർന്ന പല താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളും പണം സമ്പാദിച്ച് സമൂഹത്തിന് ഉയർന്ന നിലയിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ പ്രതാപകാരികളായിട്ടുള്ള പല പുരാണ കുടുംബങ്ങൾ അല്ലെങ്കിൽ പ്രതാപികളായ പല പരമ്പരാഗത കുടുംബങ്ങളും ഇന്ന് ശോഷിച്ച് നാമാവശേഷമായി പോയതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളാണ്. അപ്പോൾ ക്ലാസും കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാസ്റ്റ് എന്ന് പറയുന്നത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നതാണ്. ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ക്ലാസ് എന്താണെന്നും കാസ്റ്റ് എന്താണെന്നും നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.